ഹായ് ഫ്രണ്ട്സ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കോവക്ക ഫ്രൈ ആണ് കേട്ടോ. കോവക്ക കൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇനി നമുക്ക് കോവക്ക ഫ്രൈ ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കോവക്ക ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോവക്ക ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കും. ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞിട്ടെടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ കോവക്ക മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ, ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ. ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കോവക്ക ഫ്രൈ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ. അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോവക്ക ഫ്രൈ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ഇനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. 5 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. ഉപ്പും മുളകൊക്കെ കോവക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ എടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോവക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതുപോലെ ബ്രൗൺ നിറാണ് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ കോവക്ക ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മളെ കോവക്ക ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് എണ്ണയിൽ കോരി മാറ്റാം. അപ്പോൾ ഞാൻ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് അത് മുഴുവനായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവക്ക ഫ്രൈ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഴഞ്ഞു പോയിട്ടൊന്നുമില്ലേ, ഇതാ കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറിൻ്റെ കൂടെ അല്ലാതെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇനി കോവക്ക കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ 3 മണിക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.